ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കഴിഞ്ഞ വീഡിയോനേക്കാളും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ പ്രാവശ്യത്തെ ഒരു വീഡിയോ വന്നിരിക്കുക. കാരണം കുറച്ച് ഇഷ്യൂസൊക്കെ കോപ്പറേറ്റ് ഒക്കെ വീണുകൊണ്ട് കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാലൻസ് ഉള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതായത് എങ്ങനെ നമുക്ക് ഈ എപ്പിക് ഡൗൺലോഡ്, അത് വോട്ടേഴ്സ് ഐ ഡി എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങനെ വീഡിയോ ചെയ്തപ്പോൾ എന്ത് പറ്റി, നമുക്കൊരു ഫോം 8 ഫില്ല് ചെയ്യേണ്ട ആവശ്യം വന്നു. അതായത് നമ്മുടെ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി ആയിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയാണ് അത് ആ ഓപ്ഷൻ. കണ്ടിട്ടില്ലാത്തൊരു ജസ്റ്റ് മുകളിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പാർട്ട് 2 പോലെയാണ് ഈ വീഡിയോ. കഴിഞ്ഞ ദിവസം ഭയങ്കര ലെങ്ത് ആയിപ്പോയി. എന്തായാലും പോട്ടെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമുക്ക് വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ കുറേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത കറക്ഷൻ ഓഫ് എൻട്രീസ് എന്ന് പറഞ്ഞ സെക്ഷൻ, ഫോം 8 ഫിൽ ഫോം 8 എന്ന് പറഞ്ഞൊരു ഒരു സെക്ഷൻ അവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഈ എപ്പിക് ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ സെർച്ച് യുവർ നെയിം ഇൻ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് രീതി വേണം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ എപ്പിക് ഡൗൺലോഡ് ആദ്യം ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ക്ലിക്കാം. എൻ്റർ എപ്പിക് നമ്പർ ഉണ്ട്. അത് എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വോട്ടേഴ്സ് ഐ ഡിൻ്റെ ആ നമ്പർ ഉണ്ടോ അത് നമുക്ക് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ റെഫറൻസ് നമ്പർ വെച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വോട്ടേഴ്സ് ഐ ഡിൻ്റെ ഒരെണ്ണം നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം, ഒന്ന് സാമ്പിളായിട്ട്. ഓക്കെ, ഞാൻ എൻ്റെ വോട്ടേഴ്സ് ഐ ഡിൻ്റെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ അതേപോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. എന്താണ് ക്യാപ്പാണ്, ക്യാപിറ്റൽ ലെറ്റർ ആക്കി നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക്. ഓക്കെ, ഞാൻ എൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെലക്ട് സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റേറ്റ് കൊടുത്തു. നിങ്ങളുടെ ഏതാണോ അത് കൊടുക്കുക. നമ്മളെല്ലാം മലയാളീസ് ആയതുകൊണ്ട് ഓൾറെഡി തന്നെ കേരള ആയിരിക്കുമല്ലോ. കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേര് ഇവിടെ ഓട്ടോമാറ്റിക് കാണിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്തിട്ട് ഇവിടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പം എവിടെയാണോ എപ്പിക് നമ്പർ ഉണ്ട്, നെയിമും ഉണ്ട്, റിലേറ്റീവ് നെയിമും കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട്, അക്കൗണ്ട് അത് നമ്മുടെ പേരാവൂർ, എൻ്റെ നിയോജക മണ്ഡലം പേരാവൂരായതുകൊണ്ട്. പിന്നെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, അപ്പം പ്ലീസ് ഓതൻറ്റിക്കേറ്റ് യൂസ് ഒ ടി പി, സെൻഡ് ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് ഒരു രീതി. അടുത്ത രീതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന സെർച്ച് യുവർ നെയിം ഇൻ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ തന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് റീഡയറക്റ്റ് ആവും. അപ്പോൾ നമുക്ക് സെർച്ച് ബൈ എപ്പിക് നമ്പർ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വോട്ടേഴ്സ് ഐ ഡിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി അല്ലെങ്കിൽ നോ യുവർ പോളിംഗ് ഒഫീഷ്യൽസ്, അത് എപ്പിക് നമ്പർ വെച്ച് നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനൊക്കെ നോ യുവർ MBMLA എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ആ രീതിയിൽ നമുക്ക് രണ്ട് രീതി നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടി, അപ്പം നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എപ്പിക് നമ്പർ വെച്ച് ഒന്ന് സെർച്ച് ചെയ്യാം. ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇനി എപ്പിക് നമ്പർ ഇവിടെ നിങ്ങൾ കൊടുക്കും. അതിനുശേഷം സെലക്ട് ലാംഗ്വേജ് കൊടുക്കുക, പിന്നെ നമ്മുടെ സ്റ്റേറ്റ് കൊടുക്കുക. ഓക്കെ, ഇത് കൊടുത്തിട്ട് നമ്മുടെ ക്യാപ്ച അതേപോലെ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് കിട്ടും. അവിടെ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. ഞാൻ ഓൾറെഡി തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ, ഈ ഒരു മെത്തേഡിൽ നിങ്ങളുടെ വോട്ടേഴ്സ് ഐ ഡി ഡിജിറ്റലായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം അതിനുശേഷം നമുക്ക് നമ്മൾ ഡിജി ലോക്കറിലൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. സിമ്പിളാണ്. ഒരു കാര്യം മറക്കാതെ ഓർക്കുക, ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് സജസ്റ്റ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാനാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പെടുത്തുക. അപ്പം അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നവരെ ഓക്കെ, ബൈ, താങ്ക്സ്.